ഏറെ ആദരണീയരും ബഹുമാന്യരും, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ പ്രാരംഭത്തിൽ ഭക്തിനിരപരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വളരെയധികം അർത്ഥഗർഭമായ പ്രൗഢമായ ഘനപ്പെട്ട ആത്മീയ ഉപദേശം നൽകി ഈ ആത്മീയ സംഗമം, ഈ മഹൽ സംരംഭം ഉദ്ഘാടന ക്രമം നിർവഹിച്ച അഹ്ലുബൈത്ത് കുടുംബത്തിലെ മഹാനരായ കണ്ണി, സയ്യിദ് കുടുംബത്തിലെ തങ്ങൾ കുടുംബത്തിലെ മഹാനരായ കണ്ണി, കുമ്പോൾ തറവാടിൻ്റെ പൂമത്ത്, നമ്മുടെ ഏവരെയും ആത്മീയരായിട്ടുള്ള നായകൻ, ഇതുപോലെയുള്ള ആയിരക്കണക്കിന് മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനരായ സയ്യിദ്, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷമീം തങ്ങൾ കുമ്പോൾ, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ, ചരിത്രമുറങ്ങുന്ന നമ്മുടെ ഈ ഉപ്പളകുന്ന മഹല്ലത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ്, മതരാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്ത് നിറസാന്നിധ്യം, അനുഗ്രഹീതനായ വ്യവസായി, എല്ലാത്തിനേക്കാളുപരി നമ്മുടെ നാടിന്റെ സ്വകാര്യ അലങ്കാരവും അഹങ്കാരവും നമ്മുടെ അഭിമാനവുമെല്ലാമായിട്ടുള്ള ഏറെ വേണ്ടപ്പെട്ട ആദരണീയനായ പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ് ഹാജി സാഹിബ് ഉപ്പള ഗേറ്റ്, പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായ നിലക്ക് സ്വാഗതം പറഞ്ഞ ഏറെ വേണ്ടപ്പെട്ട നമ്മുടെ ജമാഅത്തിന്റെ കരുത്തനായ സെക്രട്ടറി പ്രിയപ്പെട്ട ഹാജി അബ്ദുൽ ലത്തീഫ് സാഹിബ് അറബി, അനുഗ്രഹീത പ്രഭാഷകരും പ്രഗത്ഭ പണ്ഡിതരും, നമ്മുടെ ഈ മഹല്ലത്തിന്റെ ആദരണീയരായ ഖത്തീബും, എല്ലാത്തിനേക്കാളുപരി എൻ്റെ വലിയ സുഹൃത്തും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് ഖലീലുർ റഹ്മാൻ ദാരിമി, സമാദരണീയരും ബഹുമാന്യരും, നമ്മുടെ ഈ മഹല്ലത്തിന്റെ ആദരണീയരായ മുദരിസും പ്രഗത്ഭ പണ്ഡിതരുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് സലീം ഫൈസി ഇർഫാനി, നമ്മുടെ മഹത്തായ വേദിയിലെ ധന്യ സാന്നിധ്യം പ്രിയപ്പെട്ട മൊയ്തു ഹാജി സാഹിബ്, ഇബ്രാഹിം ഹാജി സാഹിബ് മണ്ണാട്ടി, അതുപോലെ തന്നെ ഏറെ വേണ്ടപ്പെട്ട നമ്മുടെ നാടിന്റെ അഭിമാനം കൂടിയായിട്ടുള്ള വ്യവസായിയും എല്ലാമായിട്ടുള്ള പ്രിയപ്പെട്ട UK യൂസുഫ് സാഹിബ്, അതുപോലെ തന്നെ മൂസ കരകണ്ടം, അഷറഫ് മണ്ണാട്ടി, ഏറെ സ്നേഹത്തോടെ വളരെയധികം ഹൃദയംഗമായി ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ ഏറെ പിരിശപ്പെട്ട സുഹൃത്ത്, പ്രിയപ്പെട്ട നമ്മുടെ ഈ പരിപാടിയുടെ ജനറൽ കൺവീനർ അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ അടക്കമുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പരിപാടി ശ്രദ്ധിക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, ബഹുമാനികൾ, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂൽ ചെയ്യട്ടെ. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് നമുക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചു തന്ന, വലിയ ഉപദേശം നൽകി തന്ന മഹാനരായ സയ്യിദ്, നമ്മുടെ വലിയ നേതൃത്വം മഹാനരായ ഷമീം തങ്ങളവർകൾ, അല്ലാഹു തആല തണലും ആ നേതൃത്വം അല്ലാഹു ഒരുപാട് കാലം അനുഭവിക്കാൻ ഈ ഉമ്മത്തിന് തൗഫീഖ് നൽകട്ടെ. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരൊക്കെ വേദിയിലുണ്ട്. ഈ സ്വർഗത്തിന്റെ തൊപ്പിലൊത്തുകൂടിയ മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു തആല ഇതിനേക്കാളേറെ അവന്റെ നാളെ ജന്നാത്തുൻ നഈമിൽ ഭംഗിയായി ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ നിങ്ങൾ ആമീൻ പറയാത്തതാ അല്ല എനിക്ക് കേൾക്കാത്തത് എന്നാ കേൾക്കും പോലെ ചെല്ലണം. ആമീൻ എന്നത് വലിയ ഘനമുള്ളൊരു വാക്കാണ്, അത് വലിയൊരു ദുആയാണ്, അത് വലിയൊരു ദിക്റാണ്. ആമീൻ എന്ന 3-4 അക്ഷരത്തിന് വിശാലമായ അർത്ഥമുണ്ട്. ഐ ഇസ്തജിബ് യാ അല്ലാഹ്, പടച്ചോനെ ഞങ്ങൾ കേട്ടതിന് നീ ഉത്തരം താ അല്ലാഹ് എന്നാണ് എൻ്റെ അർത്ഥം. അത് ദുആ തന്നെയാണ്, അത് സുന്നത്തായ ഒരു ഭാഗമാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദുആരക്കുന്നത് കേൾക്കുമ്പോൾ, ഞാൻ ദുആരക്കുമ്പോഴെല്ലാം നിങ്ങൾ ആമീൻ പറയണേ എന്ന്. മാത്രമല്ല ജൂതന്മാർക്ക് വളരെ വെറുക്കപ്പെട്ട കാര്യമാണ് 2. അവർക്ക് തീരെ ഇഷ്ടമല്ല, ഒന്ന് സലാം പറയല്, പിന്നെ ഒന്ന് ആമീൻ പറയല്. അതുകൊണ്ട് ജൂതന്മാർക്ക് ഏണി വെച്ചിട്ട് കൊടുക്കുന്ന പണി നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ ഈ 2 നല്ലോണം വർദ്ധിപ്പിക്കണം. ഖാല റസൂലുള്ളാഹി. അല്ലാഹു ഞങ്ങളെ മജ്‌ലിസ് കബൂൽ ചെയ്യട്ടെ. നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന മജ്‌ലിസായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പറയുന്ന ഇൽമ അല്ലാഹു നാഫിയാക്കി തരികയും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അല്ലാഹു ഉപകാരപ്പെടുത്തുകയും നമ്മുടെ ഇൽമിലും നമ്മുടെ ഈമാനിലും അല്ലാഹു സിയാദത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ബഹുമാനികളെ, ആമുഖം നീട്ടുന്നില്ല. നമ്മുടെ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഉപ്പളകുന്നിൽ ഇവിടെ വെച്ച് നടത്തപ്പെടുന്ന മഹത്തായ റിഫാ റാത്തിബിന്റെ നേർച്ചയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അതിമഹത്തായ ആത്മീയ മജ്‌ലിസിന്റെ മതപ്രഭാഷണ സദസ്സിന്റെ പ്രാരംഭ ദിവസമാണിന്ന്.
അൽഹംദുലില്ലാ ആദരണീയനായ ലത്തീഫാജി അടക്കം പലരും പങ്കുവെച്ച ഒരു ആശങ്ക, ആണുങ്ങൾ കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ബേജാറാണ്ട. ഇൻഷാ അല്ലാഹ് പുറത്തേക്ക് ലൈവായിട്ടും ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, കണ്ടമാനം പെണ്ണുങ്ങളുണ്ട് എന്നൊക്കെയാണ്. അങ്ങനെ ഒരു ബേജാറാണ്ട ഒരു കാര്യമല്ല അത്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അവർ അങ്ങനെ ആശങ്ക പറഞ്ഞതിൽ തെറ്റില്ല. ബഹുമാനപ്പെട്ട ലത്തീഫാജി അടക്കമുള്ള വലിയവരായ നേതാക്കൾ എന്നെ സമാധാനിപ്പിക്കാനും നിങ്ങളോട് കൂടുതൽ ആവേശം ഉണ്ടാക്കാനും വേണ്ടി പറഞ്ഞ വാക്ക് അതവർ പറഞ്ഞതിൽ തെറ്റില്ല. കാരണം എന്തറിയോ, ഏതോ ഒരു സ്ഥലത്ത് വയല് കേൾക്കാൻ വേണ്ടി ആണുങ്ങൾ കുറഞ്ഞു എന്നറിഞ്ഞിട്ട് വയല് കേൾക്കാൻ വേണ്ടി വന്ന ഉസ്താദ് വയല് പറയാതെ പോയത്ര. ആൾക്കാർ കുറഞ്ഞ്, ആൾക്കാരില്ല, അതുകൊണ്ട് ഞാൻ വയല് പറയുന്നില്ല. ഏടെ ഉസ്താദ് ഇപ്പൊ കേൾക്കേണ്ട പയ്യ കേൾക്കും. ഞാൻ പറയാം, സനത് മുത്തസിലാണ്, കീലകാലം എന്തല്ല. അപ്പൊ അവർ ആ ആശങ്ക പറഞ്ഞതിന് തെറ്റില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. ആൾക്കാർ കുറഞ്ഞു കൂടി എന്നത് വിഷയമല്ല. അള്ളാന്റെ ദീനിന്റെ ഇൽമ പറയാനുള്ള അവസരം ഉണ്ടാക്കുക, അതിനുവേണ്ടി സംഘടിപ്പിക്കുക, അതിനുവേണ്ടി സംഘടിക്കുക, അതിനുള്ള പണിയെടുക്കുക, അതിന് ആർക്കെങ്കിലും ഒരാൾക്ക് അവസരം കിട്ടുക, അങ്ങനെയുള്ള മജ്‌ലിസിൽ ഇരിക്കാനുള്ള അവസരം ഉണ്ടാവുക എന്നത് അത് എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്ന ഒരു കാര്യമല്ല. അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം അല്ലാഹു കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. നന്മകൾ ചെയ്യാൻ ആദ്യം വേണ്ടത് മേലായ റബ്ബിന്റെ തൗഫീഖാണ്. നാട്ടിൽ കണ്ടമാനം ബാല്യക്കാരുണ്ട്, വയസ്സന്മാരുണ്ട്, ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ആൾ കൂടിക്കൊള്ളണമെന്നില്ല. ഇതിന്റെ ഡബിൾ ഇരട്ടി, ചിലപ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും ആള്. അത് വിഷയമല്ല. കാരണം ഇവിടെ വരാൻ ആദ്യം വേണ്ടത് ആരോഗ്യമല്ല, ഇവിടെ വരാൻ ആദ്യം വേണ്ടത് ആശയല്ല, ഇവിടെ വരാൻ ആദ്യം വേണ്ടത് സമയമല്ല, ഇവിടെ വരാൻ ആദ്യം വേണ്ടത് മേലായ റബ്ബിന്റെ തൗഫീഖാണ്. കാരണം ഇതൊരു ഇബാദത്താണ്, ഇതൊരു അമലാണ്, ഇത് ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്, ഇത് സ്വർഗത്തിന്റെ പൂങ്കാവനമാണ്, ഇത് മലായികത്തീങ്ങൾ ഇരിക്കുന്ന സംഗമ സ്ഥലമാണ്, ഇത് മുഅ്മിനീങ്ങളുടെ മുബാറക്കായ മജ്‌ലിസാണ്. അപ്പൊ അവിടെ ആൾക്കാർ കുറയും, സ്വാഭാവിക. പിന്നെ വിളിച്ചോരെല്ലാരും വയലിന് വന്നെങ്കിൽ പിന്നെ നരകന്നിനി താഴേണ്ടി വരും. അങ്ങനെ ഉണ്ടാവല്ലോ ലോകത്ത്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു തങ്ങളെ യമനിലേക്ക് വയലു പറയാൻ ഗവർണറായി, ആ ജനങ്ങളെ ഉപദേശിക്കാൻ, അവർക്ക് ഇമാമായി, ആ നാട്ടുകാർക്ക് നേതൃത്വം നൽകാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേക്കുമ്പോ ആ മഹാനരോട് കൊടുത്തൊരു ഉപദേശം, അത് എനിക്കും നിങ്ങൾക്കും ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞങ്ങൾക്കതൊരു മാതൃകയാണ്. നീ അവിടെ ചെന്നിട്ട് വയലു പറയണം, വേണ്ട എല്ലാ നല്ല കാര്യങ്ങൾക്കും നീ അവിടെ നേതൃത്വം കൊടുക്കണം. നിന്റെ ആ കാര്യം കണ്ടിട്ട്, നിന്റെ പറച്ചിൽ കേട്ടിട്ട്, നിന്റെ ഉപദേശം കേട്ടിട്ട്, നിന്റെ നേതൃത്വത്തിന്റെ ഫലമായി ആരെങ്കിലും ഒരാൾ നന്നായാൽ എല്ലാവരും നല്ല, എല്ലാവരും അങ്ങനെ നന്നാവുകയുമില്ല. ഒരാളെങ്കിലും നന്നായാൽ, ഒരാണോ ഒരു പെണ്ണോ, അവിടെയുള്ള റജുലിൻ ഒരാണ് എന്നല്ല അർത്ഥം, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരാളെങ്കിലും നിന്റെ ഉപദേശം കൊണ്ട് നന്നായാൽ, നിന്റെ സ്നേഹബന്ധം കൊണ്ട് നന്നായാൽ, നിന്റെ വയല് കൊണ്ട് നന്നായാൽ, നീ വെച്ച പരിപാടി കൊണ്ട് ഉപകാരം കിട്ടിയാൽ, ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫിഹാ, നിനക്ക് ഈ ഭൂമി മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈറാണ് ആ ഒരാൾ നന്നാവല. ഈ ഭൂമിയിൽ എന്നെ കാണുന്നതിനേക്കാളും, ഒരുപാട് ഹജ്ജ് കർമ്മങ്ങൾക്ക് അവസരം കിട്ടുന്നതിനേക്കാളും, എല്ലാ നന്മകൾ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഖൈറാണ്, ഗുണമുള്ള സംഗതിയാണ് നിന്നെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരം ലഭിക്കുക എന്നത്. അത് ഇൽമു പറഞ്ഞിട്ടാണെങ്കിലും ഏത് നിലക്കാണെങ്കിലും ജനങ്ങൾക്ക് ഞങ്ങൾ ഉപകാരം ചെയ്യണോ, ഇത് വലിയ സംഗതിയാണ്. ഇത് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയല്ല. ചിലയിടത്തൊക്കെ, എല്ലായിടത്തും അല്ല, എല്ലാരും അങ്ങനെ പറയുന്നില്ല. ചിലയിടത്തല്ലേ ഇപ്പൊ വയല് വെക്കുന്ന തന്നെ പൈസ ആക്കാൻ, വയല് പറയുന്ന എന്നെ പോലത്തെ പോകുന്നത് പൈസ ആക്കാൻ തന്നെ. എന്നെ പോലത്തെ റട്ടാ കുല്ലിൽ നിന്ന് വയല് ബദലായിക്കോളി. നാളെ ക്ലിപ്പ് വരുമ്പോ നിങ്ങൾ ഷറാവ് കൂട്ടണേ, ക്ലിപ്പ് വരും, അത് ഉറപ്പന്നെ. ക്ലിപ്പാക്കാൻ തന്നെ ചില മനുഷ്യന്മാരുണ്ട്, അവർക്ക് വേറെ പണിയൊന്നുമില്ല ദുനിയാവില്, അവർക്ക് അതിൽ തന്നെയാണ് ചോദിക്കുന്നത്. ആയിക്കോട്ടെ, അതിനിപ്പെന്ത്, മണ്ടന്റെ വായി കെട്ടിയെങ്കിലും അണ്ടന്റെ വായി കെട്ടാൻ കഴിയാലോ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് മനുഷ്യന്മാരുണ്ടാവും, അതിൽ നമുക്ക് കാലിടേണ്ടതില്ല. എന്നാലും പറയട്ടെ, ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൽമുമായി ബന്ധപ്പെടുക എന്നത് വലിയ സംഗതിയാണ്. മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു തങ്ങളെ വിളിച്ചിട്ട് ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റവാഹു ഇബ്നു മാജ ബി ഇസ്നാദിൻ ഹസൻ, സ്വഹീഹായ ഹദീസാണ്. വാറോലയല്ല, ഡിങ്കന്റെ കഥയല്ല. ഹബീബായ നബി തങ്ങൾ അബൂ ദർ തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, അബൂ ദർ ലഅൻ തഅദുവ ഫതഅല്ലമ ബാബ من كتاب الله خير لك من أن تصلي ألف ركعة. അബൂ ദർ നല്ല പോലെ കേൾക്കണോ, ആൾക്കാർ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുന്ന ആള് മൂഡ് ഓഫ് ആവേണ്ടതില്ല. ആൾക്കാർ കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് സംഘാടകരും ബേക്കടിക്കേണ്ടതില്ല. സാധാരണയാണ് ഒരാളെങ്കിലും ഉപകാരം കിട്ടിയാൽ ഞങ്ങൾക്കത് മതി, അത് ധാരാളമാണ്. അള്ളാഹു ഞങ്ങളെ ഇൽമു കൊണ്ട് ഞങ്ങൾക്കും കേൾക്കുന്നവർക്കും ഉപകാരം നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അബൂ ദർ നീ എങ്ങാനും നേരം വെളുത്തിട്ട് അള്ളാന്റെ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചു പോയാൽ ലഅൻ തഅദുവ ഫതഅല്ലമ ബാബൻ മിൻ കിതാബില്ലാഹ് വഫീ റിവായത്തിൻ മിൻ ഇൽമില്ലാഹ്. അള്ളാന്റെ ദീനിന്റെ എന്തെങ്കിലും ഒരു ഇൽമ നീ പഠിച്ചു പോയാൽ, വയല് കേട്ടിട്ടോ ക്ലാസ് കേട്ടിട്ടോ പള്ളിയിലെ ഉസ്താദിനെ കണ്ട് മനസ്സിലാക്കിയിട്ടോ നീ എങ്ങാനും നേരം വെളുത്തിട്ട് ഒരറിവെങ്ങാനും പഠിച്ചു പോയാൽ ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ അൽഫ റക്അ, നിനക്കത് 1000 റക്അത്ത് മുത്ലഖായ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ കൂലിയുള്ള സംഗതിയാണ് ഇൽമു പഠിക്കൽ. നേരം വെളുത്തിട്ട് ഇവിടെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നിലക്കോ അള്ളാന്റെ ദീനുമായി ബന്ധപ്പെട്ട ഇൽമു പഠിക്കുക, അള്ളാഹുവിനെ പറ്റി പഠിക്കുക, ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുക, മുസ്തഫ നബി തങ്ങളെ പറ്റി പഠിക്കുക എന്നത് ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ അൽഫ റക്അ, അത് നിനക്ക് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ കൂലിയുള്ള അമലാണ്, ശ്രേഷ്ഠമായ അമലാണ്, മഹത്വമേറിയ അമലാണ്. ഖാല റസൂലുള്ളാഹ്, ഖാല റസൂലുള്ളാഹ്. അപ്പൊ ഇതിന്റെ ഘന അറിയണം. ഞാൻ ഇതിനൊരു സിമ്പിളായിട്ട് ഒരു നെഗ്ലക്റ്റ് ആയിട്ട് കാണാൻ കഴിയും. വയലല്ലേ അത് നടക്കുന്നു, അതങ്ങനെ സിമ്പിളായിട്ട് കാണേണ്ട പരിപാടിയല്ല. അത് വല്ല ഘനപ്പെട്ട പരിപാടി ആയതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ കുറയുന്നത്. ഇവിടെ ആൾക്കാർ കുറഞ്ഞിട്ടില്ല. സാധാരണ കുറയുന്നുണ്ടെങ്കിൽ അതങ്ങനെ ആൾക്കാർ ഇതിനോടൊന്നും വലിയ മതിപ്പ് കാട്ടേല. ഇത് ആഖിർ സമാനല്ലേ. ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോ 40 എത്രാമത്തെ റാത്തിബ്, 48 അല്ലെങ്കിൽ 49 എത്രയോ ആട്ട്. ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഇത്രയും ആളുണ്ട്. ഇനൊരു 10 കൊല്ലം കേട്ട് 58 10 കസാലിലെ ആളുണ്ടാവില്ല. ആഖിർ സമാനാകുമ്പോൾ നല്ലവർ കുറഞ്ഞു പോകും. ഈമാനിന്റെ അണുമണി തൂക്കം ഹൃദയത്തിലുള്ളവർ കുറഞ്ഞു പോകും. ഇത്തരം കാര്യങ്ങളോട് മഹബത്തുള്ളവർ, ആദരവുള്ളവർ കുറഞ്ഞു പോകും. പള്ളിയുമായി ബന്ധപ്പെടുന്നവർ കുറഞ്ഞു പോകും. ആദരവും ബഹുമാനവും കൈമുതലാക്കിയവർ കുറഞ്ഞു പോകും. അങ്ങനെ കുറഞ്ഞുപോയി ലാ യബ്ഖാ. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞല്ലോ, ലാ തഖൂമു സ്സാഅതു ഹത്താ യബ്ഖാ മൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറയുന്ന ഒരാൾ പോലും ഭൂമിയിൽ ബാക്കിയാവില്ല. അങ്ങപ്പോഴാണ് ലോകം അവസാനിക്കുക. എല്ലാ നല്ല കാര്യങ്ങളും ഇല്ലാണ്ടായി, എല്ലാ സംസ്കാരങ്ങളും എടുത്തെറിയപ്പെട്ട ദീനുമായിട്ടുള്ള ബന്ധങ്ങൾ മുഴുവനും ഇല്ലാണ്ടായി, നല്ലവർ പോലും ലോകത്തിൽ നിന്ന് ഇല്ലാണ്ടായി മണ്ണിലേക്ക് ചേർന്നു പോയി. അവസാനം ഒരാളും ഇല്ലാതിരിക്കുന്ന സമയത്താണ്, ഈമാനിന്റെ അംശം പോലും ലോകത്ത് ബാക്കിയില്ലാത്ത കാലത്താണ്, അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന ആള് പോലും ഇല്ലാണ്ടായ കാലത്താണ് ലോകം അവസാനിക്കുക. അപ്പൊ അതിന്റെ സ്റ്റെപ്പാണ് ഇങ്ങനെയുള്ള ഈ കോലങ്ങള്. ഇന്ന് നോക്കൂ, ആവാസങ്ങൾക്ക് ആൾക്കാർ എത്രയാ, ഭൗതികമായ കാര്യങ്ങൾക്ക് കളികോപ്പുകൾക്ക് ആൾക്കാർ എത്രയാ, അതിന് പൈസ വലിച്ചെറിയാൻ എത്ര വ്യവസായികള്, അവിടെ കൂട്ടിയിട്ട് ആരവങ്ങൾ മുഴക്കാൻ എത്രയോ യുവാക്കള്, അതിനുവേണ്ടി സമയം കണ്ടെത്തിയിട്ട് ലീവാക്കിയിട്ട് വരാൻ എത്ര ആൾക്കാർ. അങ്ങനെയാണ് ലോകം, ദുനിയാവ് അങ്ങനെയാണ്. എന്നാ കേട്ടോ, മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, പൊന്നു മുസ്ലിം, പൊന്നു പെങ്ങള്, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അദ്ദുനിയാ ദാറു അമലിൻ വല്ലാഖിറതു ദാറു ജസാ വമൻ യഅമൽ ഹുനാ മൻ ലം യഅമൽ ഹുനാ ഫനദിമ ഹുനാക. മുസ്തഫ റസൂലുള്ളാഹി
മുസ്തഫായ റസൂലുള്ളാഹി الدنيا دار عمل والآخرة دار جزاء. ഈ ദുനിയാവ് എന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള വീടാണ്, അതിനുള്ള സൗകര്യമുള്ള സ്ഥലമാണ്. ഈ ദുനിയാവ് എന്നത് കുറച്ച് അമൽ ചെയ്യാനുള്ള പിന്നെ സൗകര്യമുള്ള ഇടമാണ്. വല്ലാഖിറത്തു ദാറു ജസാ, പരലോകത്താണ് ഇതിന്റെ എല്ലാം കൂലി. ഉസ്താദേ, ഞാൻ നിസ്കരിച്ചിട്ട് എന്ത് കിട്ടിയിട്ട? എന്ത് പേര് കിട്ടേണ്ടി? 1.5 കിലോ ആപ്പിളാ ഞാൻ കുറെ കൊടുത്തിട്ട് കാലിയായി എന്നല്ലാണ്ട് എന്ത് കിട്ടിയിട്ട? അങ്ങനെ എല്ലാം ഉടനെ കിട്ടിക്കൊള്ളുന്നില്ല, കിട്ടും, കിട്ടലാന്നില്ല. എന്നാലും നല്ലോണം കിട്ടുന്നതും കിട്ടേണ്ടതും അവിടെ. മരണമില്ലാത്ത ലോകം, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകം, ഭയാനഭയങ്കരമായ മഹ്ശറലോകം, നല്ലവരിൽ നല്ലവരായ പ്രവാചകന്മാർ പോലും പേടിച്ചു വിറച്ച് നട്ടോട്ടമോടുന്ന ലോകം. അവിടെയാണ് നിനക്ക് രക്ഷ വേണ്ടത്, അവിടെയാണ് നീ കൈച്ചലാവേണ്ടത്. ഈ 3 ദിവസത്തെ ദുനിയാവിൽ എങ്ങനെങ്കിലും നേരം വെളുക്കും, രാത്രിയാവും, സുബയാവും. അത് വലിയൊരു ടെൻഷന്റെ വിഷയമല്ല, അതൊരു വിഷയമുള്ള വിഷയമല്ല, അതൊരു റിസ്ക് എടുത്തിട്ട് അധ്വാനിക്കേണ്ട ലോകവുമല്ല. എല്ലാം കൊണ്ടും നീ അധ്വാനിക്കേണ്ടത് ആഖിറത്തിന് വേണ്ടിയാണ്. അങ്ങനെ ജീവിച്ചവരാണ് അല്ലാഹുവിന്റെ മഹാന്മാർ. ആ നിലക്ക് ലോകത്ത് ജീവിച്ചവരാണ്. സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ട്, അന്യവന്റെ ഒരു ഈർക്കല് പോലും സമ്മതമില്ലാതെ സ്വന്തമാക്കാതെ, ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെ നല്ലോണം അല്ലാഹുവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ജീവിച്ചിട്ട് ജീവിച്ച് മരിച്ചുപോയവരാണ് ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാന്മാർ. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. മഹാനായ റിഫായി ശൈഖ് തങ്ങളെ പോലെ. റിഫായി ശൈഖ് തങ്ങളൊക്കെ ഏത് കാലക്കാരന്? എത്ര കാലായി? പേര് കേൾക്കുമ്പോ പേർക്കൊണ്ടിട്ട് വസങ്കട്ടിൽ വന്ന ആള് മുഞ്ഞാന്ന് അല്ലേ? അല്ല, 1000 ആണ്ടുകൾക്ക് മുമ്പ്, ഏകദേശം ഹിജ്റ 500 കാലത്താണ് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ കാലം, ഇമാം ഗസാലി തങ്ങളെ കാലം, മഹാനായ അജ്മീർ ഖാജ തങ്ങളെ കാലം, റിഫായി ശൈഖ് തങ്ങളെ കാലം. എല്ലാം ഏകദേശം തൊട്ടു നിൽക്കുന്ന കാലങ്ങളാണ്, അപ്പുറം കണ്ടുമുട്ടിയ കാലങ്ങളാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ ദർസിലെ ഒരു 6 മാസമോ 3 മാസമോ വിദ്യാർത്ഥി കൂടിയായിരുന്നു ഇന്ത്യയുടെ സുൽത്താൻ മഹാനായ അജ്മീർ ഖാജ. അല്ലാഹു തആല അവരുടെയൊക്കെ മദദും ബർക്കത്തും നമുക്ക് നൽകട്ടെ. എത്ര വലിയവരായിരുന്നു, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു. ഖിദ്ർ നബി അലൈഹിസ്സലാം ലോകത്തോട് ഒരു അവസരം പറഞ്ഞു, ഞാൻ 40 ദിവസത്തോളം റിഫായി ശൈഖ് തങ്ങളെ മജ്ലിസിൽ ഇരുന്നോ, വീട്ടിൽ ചെന്നോ, മുഖാമുഖം കണ്ടോ. 40 ദിവസത്തോളം, 1-2 ദിവസമല്ല, 40 ദിവസത്തോളം ഞാൻ റിഫായി ശൈഖ് തങ്ങളെ മുലാഖാത്തായി ഫേസ് ടു ഫേസ് അങ്ങ് സംസാരിച്ചോ. പക്ഷേ എന്നോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതല്ലാതെ, സുഖമാണോ എന്ന് ചോദിച്ചതല്ലാതെ, സുഖമാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതല്ലാതെ വേറൊരു വിഷയം സംസാരിച്ചില്ല. കൂടുതൽ ബളബള വർത്തമാനം പറഞ്ഞില്ല, കണഗുണ വിഷയം പറഞ്ഞില്ല, അനാവശ്യങ്ങൾ മിണ്ടിയില്ല. നാവിനെ നല്ലോണം നിയന്ത്രിച്ചോ. അതുകൊണ്ട് അതുപോലത്തെ ഒരു വലിയന് ഞാൻ എൻ്റെ ലോകത്ത് കണ്ടിട്ടില്ല. അത്ര കണ്ട് നല്ല നിലക്ക് ജീവിച്ചവരായിരുന്നു റിഫായി ശൈഖ്. ഇങ്ങോട്ടോക്കി, നമ്മളടക്കങ്ങാനും റിഫായി ശൈഖ് വന്നെങ്കിൽ 40 വേണ്ട, 4 ദിവസം വന്നെങ്കിലേ 12,000 ഡയറി എഴുതാനുള്ള വിഷയം ഉണ്ടാവും നമുക്ക് മുണ്ടാൻ. കച്ചവടം എങ്ങനെ ഉണ്ട്, ഉമ്മാമക്ക് ഷുഗർ ഉണ്ടാ, പ്രഷർ ഉണ്ടാ, IPL മാച്ച് തീർന്ന, പിന്നെ അനിറോസിന്റെ കേസ് ഫൈനലായ, ഇങ്ങനത്തെ എല്ലാം വിഷയം എന്തെല്ലാം അനാവശ്യങ്ങളും വേണ്ടാത്തരങ്ങളും, പിന്നെ പുളിച്ച ചീത്തയും അവൻ്റെ ഉമ്മാക്കും അവൻ്റെ ഉപ്പാക്കും അതിൻ്റെ മോനും ഇതിൻ്റെ മോനും. എന്തേ, നിങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിലാണ്, നിങ്ങൾ നരകത്തിന്റെ ഭാഗത്തൊക്കെ നോക്കണ്ട. ഇതാണ് സ്വർഗത്തിന്റെ തോപ്പ്. നിങ്ങൾ ഇങ്ങനെ നോക്കി അവിടെ കൂറ്റി വിഷയമെല്ലാം ഉണ്ടാവും, അതിനൊന്നും വില. നിങ്ങൾ ഇങ്ങോട്ട്, അവിടെ റോട്ടിലെ കിടാക്ക കുഞ്ഞുങ്ങളെല്ലാം കുറച്ച് ഓടുന്നുണ്ട്, അവരെ കുറച്ച് മെല്ലെ സൗണ്ട് എടുത്തിട്ട് കൺട്രോൾ ആക്കിയെങ്കിലേ ഈട് കേൾക്കുമ്പോൾ വച്ചം വിളിയാക്കണ്ട. ഇങ്ങോട്ടോക്കി, ഇങ്ങോട്ടോക്കിന്ന്. നിങ്ങളെ മുമ്പിൽ കുറെ എൻ്റെ സ്റ്റൈല് ചിലപ്പോൾ നിങ്ങൾക്ക് പിടിച്ചോളണമെന്നില്ല. ഒന്നാമത് നമുക്ക് വലിയ പ്രായമൊന്നുമില്ല, അപ്പൊ ആ പ്രായത്തിന്റെ ഒരു മിസ്റ്റേക്ക് കരുതിക്കോളി. രണ്ടാമത് നിങ്ങളെ സുഖിപ്പിക്കണമെന്നോ എന്ന താല്പര്യമാണ് കില്ലുമില്ല. നിങ്ങളെ ജാക്കി വെച്ചിട്ട് പൊന്തിക്കണോ? നമുക്ക് ഒരു ആശയുള്ള പറയുന്നത് ഹക്കാവണോ, അള്ളാഹ്ക്ക് പൊരുത്താണോ എന്നത്ര. മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെട്ടെങ്കോ ഇഷ്ടപ്പെട്ടില്ലെങ്കോ
അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ കിബറ് പറഞ്ഞല്ല, ഞാൻ വലിയ സത്യസന്ധനായിട്ട് പറഞ്ഞല്ല, ഞാനൊരു സൂഫിയായിട്ട് പറഞ്ഞതുമല്ല. അങ്ങനെയാണ് വിഷയായിക്കൊണ്ടേ ഇരിക്കണ്ട പ്ലീസ്. സ്വർഗത്തിന്റെ അതവ് നല്ലോണം പോകണം. നിങ്ങൾ വേല ഒരു അരമണിക്കൂർ കേട്ടെങ്കിൽ മതി. എനിക്ക് എൻ്റെ ഈ പറച്ചിലെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എനക്കേല് ബേജാറില്ല, നിങ്ങൾ ബേജാറായിക്കൊണ്ടേ ഇരിക്കും. എനക്കേല് ബേജാറൊന്നുമില്ല, ഉള്ളത് പറയാലോ. അതവ് നല്ലോണം പോണം. കൂടുതൽ ഇബാദത്ത് വേണ്ട, കൂടുതൽ വേല കേൾക്കണ്ട, കൂടുതൽ കർമ്മങ്ങൾ വേണ്ട. അതതിന്റെ മട്ടം പോലെ, ചേല് പോലെ, ചെമ്പാപ്പ് പോലെ കുറച്ച് മതി. 5 നേരം നിസ്കാരം, പിന്നെ അതിന്റെ അപ്പുറം ഇപ്പുറം ഉള്ള കുറച്ച് സുന്നത്ത്, പിന്നെ നല്ല കുറച്ച് നോമ്പ്, പിന്നെ കുറച്ച് ദിക്ർ സ്വലാത്ത്, ഇതെല്ലാം ചെയ്തിട്ട് മട്ടം പോലെ നീ എങ്ങനെ ജീവിച്ചിട്ട് കൂടുതൽ നിനക്ക് വേണ്ടത് അതവാണ്. അതവ്, ബഹുമാനോ, ആദരവ്, സംസ്കാരം, പള്ളികളോട്, മദ്രസകളോട്, ദീനിന്റെ ആലിമീങ്ങളോട്, ഇതുപോലെയുള്ള ദീനിന്റെ ഷിആറുകളോട്, സ്വർഗത്തിന്റെ തോപ്പുകളോട്, മഹാന്മാരോട്, മക്കാമുകളോട്, ഔലിയാക്കളോട്, നാടിന്റെ നേതാക്കളോട്, പ്രായമുള്ള വയസ്സന്മാരോട്, കണ്ണില് കാണുന്ന മലായിക്കത്തീങ്ങളാണെന്ന മുത്തുനബി തങ്ങൾ വിശേഷിപ്പിച്ച മുത്തഅല്ലിമീങ്ങളോട്, ഉമ്മയോട്, ജന്മം നൽകിയ ബാപ്പയോട്, വലിയവരോട്, പ്രായമുള്ളവരോട്, വയസ്സന്മാരോട്, ഇവരോടെല്ലാം നല്ല അദബ് വേണോ. അതബന്ധതാണ് വലിയ കാര്യം. അത് ഈമാനിന്റെ കതലാണ്, അത് ഈമാനിന്റെ കമ്പാണ്. ആദരവില്ലാതെ പോയാൽ, ബഹുമാനമില്ലാതെ പോയാൽ, ആദരിക്കപ്പെടേണ്ടതിനെ ആദരിക്കാതെ പോയാൽ. ചില മനുഷ്യന്മാരുണ്ട്, എന്ത് ഉസ്താദറ, എന്ത് കാളീന്ന്, എന്ത് പ്രസിഡന്റ്, എന്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെറുതാക്കുന്ന ചില മനുഷ്യന്മാരില്ലേ. ഈടുണ്ടെന്നല്ല, നിങ്ങൾ തല ആട്ടാൻ പേടിക്കണ്ട. ഞാൻ ഈടുത്ത കഥ പറഞ്ഞല്ല, ഉണ്ട്, ഈടയില്ല, അതെനിക്കറിയും. എന്ത് ഉസ്താദ്, എന്ത് പള്ളിന്ന്. ഇന്നൊരുത്തന്റെ വീഡിയോ കണ്ട്, ഇന്നൊരുത്തന്റെ വീഡിയോ, അവൻ കുറെ വിഷയം പറയുന്നതില്. അതായത് ഞാൻ മരിച്ചെങ്കിൽ എന്നെ കൊണ്ടിട്ട് പള്ളിൻ്റെ ഓടെയും ഫറിൻ്റെയും പൂക്കണ്ട, എൻ്റെ കണ്ണും കൾബും കറലെല്ലാം ആർക്കും ദാനം കൊടുത്തോളി, ആർക്കും ഉപകാരപ്പെട്ടിട്ട് മണ്ണിൽ പൂത്തിട്ട് പിന്നെ എന്താവാനല്ലേ, ചീഞ്ഞിട്ട് മണ്ണായിട്ട് പോന്നല്ലേ. പിന്നെ ഇസ്ലാം പറഞ്ഞ പോലെ ഒന്നും ഇല്ല. കബറിൽ ചോദ്യം, അവിടെ ചോദ്യം, ഇവിടെ ചോദ്യം. ഇത് പറയുന്ന ഒരു നല്ലൊരു പേരുള്ളൊരു മുസ്ലിമാണ്, ഒരു നാമധാരി. ഇന്ന് പുതിയ ഫ്രഷ് വീഡിയോ, ബനു ഇസ്രായേലിന്റെ കാലത്തതല്ല, ഇന്ന് സ്വബി കിട്ടതാണ്. ഇങ്ങനെയാണ് ഇപ്പൊ ലോകം. ഈമാൻ ഇസ്ലാം എല്ലാം കുറഞ്ഞു പോയൊരു ലോകം. അപ്പൊ ആദരിക്കപ്പെടേണ്ടതിനോട് ആദരവില്ല. നേതാക്കളാര്, നാടിന്റെ വലിയവരായ ആൾക്കാരെന്നറിയില്ല. എല്ലാവരെയും ഒരു കണ്ണുകൊണ്ട് കാണരുത്. ഇൽമിന്റെ മജ്‌ലിസുകളോട് വലിയ ആദരവ് വേണം. തോന്നിയതുപോലെ വരേണ്ടതോ ഇരിക്കേണ്ടതോ അല്ല. ഇത് ക്ലബിന്റെ പരിപാടിയല്ല, ഇത് ക്ലബിന്റെ പരിപാടിയല്ല. ഇത് ഡേ നൈറ്റ് മാച്ചിന്റെ ഗാലറി അല്ല. ഇത് ഫെഡ്ലൈറ്റ് മാച്ച് ഗാലറി അല്ല. ഇത് കബഡി ടൂർണമെന്റ് അല്ല. ഈ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഖാല റസൂലുള്ളാഹ്. എന്റെ വിഷയതല്ല, എന്റെ വിഷയം ഇൻഷാ അല്ലാഹ് ഞാൻ വരും. ഇന്ന് തുടക്കായതുകൊണ്ട്, എന്റെ ആമുഖായതുകൊണ്ടും, നിങ്ങളാമുഖായതുകൊണ്ടും, പരിപാടിന്റെ ആമുഖായതുകൊണ്ടും ഞാൻ ഈ വിഷയം ഫസ്റ്റ് പറഞ്ഞു തരാം. കാരണം നാളെ മറ്റന്നെല്ലാം ഉണ്ട്. മാത്രമല്ല, ഇന്നിപ്പോ ഈനോടുള്ള മനുഷ്യന്മാർക്ക് ബഹുമാനം കുറഞ്ഞ കാലാണ്. ബഹുമാനമില്ലാതെ പോയാൽ ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരം വെറുതെ, ഞങ്ങളെ ഹജ്ജ് വെറുതെ, ഞങ്ങളെ അമല് വെറുതെ. നിങ്ങളറിയാതെ നനച്ചിരിക്കാതെ നിങ്ങൾ ചെയ്ത സർവത്ര അമലുകളും പൊളിഞ്ഞു പോകുന്നതാണ്, നിഷ്ഫലമായി പോകുന്നതാണ്. നിങ്ങളായ കിതാബിൽ നിന്ന് അത് ഡിലീറ്റായി പോകുന്നതാണ്. അതുകൊണ്ട് ആദരിക്കപ്പെടേണ്ടതിനെ നല്ലോണം ആദരിക്കണോ. ഇത് ഇൽമിന്റെ മജ്‌ലിസാണ്, ഇതിനോട് നല്ല ബഹുമാനം വേണം. ഇവിടെ ഇരുന്നിട്ട് തിരിച്ചും മറിഞ്ഞും അങ്ങോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും നോക്കണ്ട. ഇരിക്കുന്ന കുറച്ച് റാഹത്തിരുന്നോളൂ. പോന്നാ നല്ല പോയോ. ഇത് കുറെ അങ്ങ് തിരയുന്ന സത്യത്തിൽ ഓൻ തിരയുന്നല്ല, ഓനെ തിരക്കുന്നു, അങ്ങും ഇങ്ങും തിരക്കുന്നു. ഒരാളുടെ അറിഞ്ഞ അഡ്മിന്, ഏത് ഗ്രൂപ്പിന്റെ അല്ല, അവൻ എല്ലാ ഗ്രൂപ്പിന്റെ അഡ്മിൻ തന്നെ. ഇബിലീസ് ഓന്റെ പണി നോക്കി മൂത്രിക്കാൻ ഇതുവരെ മുട്ടിയിട്ടില്ല. ചൊവ്വയിന്ന് പിടിച്ചിട്ട് ഈ 8 മണിയോളം മൂത്രം പിടിച്ചിട്ടില്ല. പിടി ഇരുന്നിട്ട് 10 മിനിറ്റ് ആയിട്ടില്ല മൂത്രം പിടിച്ചിട്ടേ. സംഗതി എന്തറിഞ്ഞ അത് ഇപ്പം എന്താ കുറച്ച് ഏറെ പിടിച്ചറിയോ. മൂത്രം വന്ന മൂത്രം പിടിച്ചേക്കാൻ പാടില്ല.
മൂത്രം നല്ലോണം മുട്ടിയിട്ടുണ്ടെങ്കിൽ, കാഷ്ടിക്കാൻ മുട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെളിവിടാൻ മുട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ നിസ്കരിക്കുന്നത് പോലും ജമാത്തിൽ കൂടണമെന്നില്ല. അതിനോട് മസാല കേട്ടോളി, എനിക്ക് നന്നറിയാല. ഇവിടെ നല്ലോണം അറിയുന്ന ആലിമീങ്ങളുണ്ട്, അവരോട് കേട്ടോളി. മൂത്രിക്കാനും ബീത്താനെല്ലാം മുട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പോയിട്ട് ഇതിനെ തമ്മ പിടിച്ചിട്ട് മിക്കിയിട്ട് നീ ഇങ്ങനെ നിസ്കരിക്കണമെന്നില്ല. നീ ബീത്തിട്ട് നല്ല റിലാക്സ് ആയിട്ട് നിസ്കരിച്ചു. കാരണം നിസ്കാരം അത് അങ്ങനെ നേർച്ച വീട്ടേണ്ടിയതല്ല. അപ്പൊ മുട്ടുന്നോറും അതിന് ബീത്തിക്കോളൂ, പ്രശ്നമില്ല. പക്ഷേ ഈ സമയത്ത് തന്നെ മുട്ടിയെന്തേ? ഈ സമയത്ത് തന്നെ ഇന്നോളം വിളിച്ചിട്ടില്ല. 18 കൊല്ലായി എളാമ വിളിക്കാണ്ട്. ഇപ്പൊ മിസ്കോൾ കാണുന്നു എളാമാന്റെ. എന്തത്? അതങ്ങനെ അത് എളാമാക്ക് തോന്നിപ്പിച്ച ഒരാളുണ്ട്. ഇവിടെ നിന്നെ കൊണ്ട് ആ സമയത്തിന് ഡിസ്പ്ലേ നോക്കാൻ നിന്റെ കണ്ണിന് കാഴ്ച തന്ന ഒരാളുണ്ട്. അവന്റെ പേരാണ് ഇബ്ലീസ്. അവനോടാണ് ഞങ്ങൾ ജിഹാദ് ചെയ്യേണ്ടത്. അവന്റെ വസ്വാസിൽ ഞങ്ങൾ പെടാൻ പാടില്ല. അവന്റെ പ്രേരണകൾക്ക് ഞങ്ങൾ വശംവദരാകാൻ പാടില്ല. അല്ലാഹു ഞങ്ങളെ ഈമാൻ സലാമത്താകട്ടെ. നിങ്ങൾ വേണമെങ്കിൽ നോക്കി, ഞാൻ ചെല്ലുന്നത് നേറാക്കളാ. നിങ്ങൾ വേണമെങ്കിൽ നോക്കി, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൈയിട്ട് 1-2 ആൾ മെല്ലെ അടിച്ചിട്ട് ഹലോ കേൾക്കുന്നില്ല, ഞാൻ വരാൻ പോകുന്നുണ്ടാവും. വരാനോന് ഫോണെ വന്നിട്ട് ഓൻ വിചാരിച്ച് ഞങ്ങൾക്ക് മൂക്കില്ലാന്ന്. ഓൻ വിചാരിച്ചു ഞങ്ങൾക്ക് മൂക്കില്ലാന്ന്. ഞങ്ങൾക്ക് തരിമൂക്കുണ്ട്, നിങ്ങൾക്ക് മൂക്ക് മാത്രമേ ഉള്ളൂ. ഹലോ കേൾക്കുന്നില്ല. കേൾക്കുന്ന ഫോൺ വന്നിട്ട് വേണ്ടേ? നീ നേരെ പോ, കളവെറ്റ് നേരെ പോ. സ്വർഗത്തിന്റെ തോപ്പിൽ നിന്ന് കളവ് പറഞ്ഞിട്ട് പോണ്ട, നേരെ പോ. ആരും റോപ്പ് ഇട്ടിട്ട് കെട്ടി വെച്ചിട്ടില്ലല്ലോ. ഏതായാലും ഇരിക്കുന്ന നല്ല റാഹത്തിൽ ഒരു അരമണിക്കൂർ നന്നും വേണ്ട, കുറെ വയലും